അപ്പൊ തുടങ്ങാല്ലേ എന്റെ പുത്തൻ റേവൻ ഗ്ലാസ്. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം യൂസ് ചെയ്തു, നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു? ഒരു ദൈവ വിളി ഉണ്ടായി. എന്താ? ഇനി പറ, ഞാൻ കേക്കട്ടെ. എന്നെ കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല, ശരിക്കും ചതിക്കില്ല, വഴിയിലിട്ടിട്ട് പോകത്തുമില്ല. വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്കല്ല, എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ്. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകളുണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. മുന്നേ നിങ്ങൾക്ക് അറിയാലോ, എക്സ് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് മുന്നിക്ക് ഈ വീഡിയോയും ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. മനസ്സിലാക്കാ, ഞാൻ പോവാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേ വരുള്ളൂ, ഞാൻ നിങ്ങളുടേതാണ്. അങ്ങനെ ഇതെന്താ ഇതിന്റെ ഇടയിലില്ലേ കഴുത്തിറക്കിട്ട് ആവണ കാണും എനിക്ക് ഓർമ്മയില്ലേ? മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ്, അപ്പോൾ പറയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ല. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. അല്ലെങ്കിൽ ആ ഗബ്രി അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നു എന്നുള്ളൊരു സംഭവം. അതാ ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഞാൻ ഈ ഇതൊക്കെ ഞാൻ പുറത്ത് വിടണം? പഠിച്ചിട്ടുള്ളാം കിടച്ചു സ്വർഗം അറിഞ്ഞുകൂടാം മതിച്ചിടുമ്പോൾ ഉതിർന്ന വീർപ്പിൽ പൊതിച്ചതെല്ലാം വിരിച്ചു നേടാം. ഇതാണ് എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേയളകിയ